പല വീടുകളുടെ മുന്നിലും അലങ്കാരത്തിനായിട്ട് വെക്കുന്ന സിമന്റ് കൊണ്ടുണ്ടാക്കിയ കൊക്കുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്കിന്ന് ഈ കൊട്ടത്തേങ്ങ വെച്ചിട്ട് ഒരു കൊക്കിനെ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് ഈ കൊട്ടത്തേങ്ങയുടെ മുകളിൽ കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം. ആദ്യം ദാ ഇവിടെയും പിന്നെ 2 ഹോള് ഇവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള 3 കമ്പികൾ വേണം. ദാ ഇതുപോലെ 2 കമ്പിയും പിന്നെ ദാ ഇതുപോലെ വളച്ചിട്ടുള്ള ഒരു കമ്പിയുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആ 2 കമ്പിയും ഈ 2 ഹോളിലേക്ക് കുത്തി നന്നായിട്ട് ഉള്ളോട്ട് കയറ്റി കൊടുക്കുകയാണ്. ദാ ഇതുപോലെ നന്നായിട്ട് ഉള്ളോട്ടാക്കിയിട്ടാണ് നമ്മൾ ഈ 2 കമ്പിയും കയറ്റി കൊടുക്കുന്നത്. ആ 2 കമ്പിയും നന്നായിട്ട് ഉള്ളോട്ട് കയറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു വളച്ച് വെച്ചിട്ടുള്ള കമ്പി എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഹോളിട്ട ആ ഭാഗത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 കമ്പിയും നന്നായിട്ട് ഈ കൊട്ടത്തേങ്ങയുടെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എംസിയിലാണ്. എംസിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുത്തി കയറ്റിയിട്ടുള്ള ആ കാലിൻ്റെ ഹോളിൻ്റെ അവിടെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ്. അപ്പുറത്തെ കാലും കൂടി ഇതേ രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഹോളും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എംസിയിൽ ഒട്ടിച്ചിട്ട് ഉണക്കാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള വീഡിയോകളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാനിതാ ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ആ കാലിൻ്റെ ഭാഗത്ത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമന്റ് വെച്ചിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെ പെയിന്റ് ചെയ്തെടുത്തത്. നമ്മുടെ വീട്ടിലൊക്കെ പെയിന്റ് അടിക്കുന്ന അതേ സെയിം പെയിന്റ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാലിനും ചുണ്ടിനും ഒക്കെ ഞാൻ ഗോൾഡൻ യെല്ലോ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അക്രിലിക്കിന്റെ. പിന്നെ നമ്മൾ അന്ന് എംസിയിലിട്ട് ഒട്ടിച്ചിട്ടുള്ളത് പെട്ടെന്ന് അടന്നു പോന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിമന്റ് വെച്ചിട്ട് ഇതൊന്നും കൂടി ഒട്ടിച്ചെടുത്തതായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൊക്ക്? അടിപൊളിയായിട്ടില്ലേ? എങ്ങനെയുണ്ട് എന്ന് കമന്റ് ചെയ്യണേ.